നമസ്കാരം. എല്ലാവർക്കും ഹെൽത്തി ടേസ്റ്റിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്കൊരു വട്ടയപ്പം തയ്യാറാക്കിയാലോ? ഇത് ഞാൻ വീട്ടിലൊന്ന് പരീക്ഷിച്ച് വിജയിച്ച ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. വളരെ ടേസ്റ്റിയായിട്ട് നമുക്ക് വട്ടയപ്പം തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇന്ന് നമ്മൾ ദോശമാവ് ചേർത്തിട്ടാണ് വട്ടയപ്പം തയ്യാറാക്കി എടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് ദോശമാവ് എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് പുളിച്ച മാവാണ്. നിങ്ങൾക്ക് ദോശയുടെയോ അല്ലെങ്കിൽ ഇഡ്ഡലിയുടെയോ മാവ് എടുക്കാം. അപ്പോൾ ഈ മാവ് കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഇന്ന് വട്ടയപ്പം തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി 1 കപ്പ് ദോശമാവ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മളിനി ചേർക്കുന്ന ബാക്കി ചേരുവകൾ എന്തൊക്കെയാണെന്ന് പറയാം. ഈ 1 കപ്പ് ദോശമാവിലേക്ക് ഞാനിവിടെ 1 കപ്പ് റവയാണ് ചേർക്കുന്നത്. നിങ്ങൾ എത്രത്തോളം മാവ് എടുക്കുന്നോ അത്രത്തോളം തന്നെ റവ എടുക്കുക. ഇവിടെ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരല്പസമയം ഇത് കുതിരാൻ വെക്കണം. ഇതിൻ്റെ ബാക്കി ചേരുവകളൊക്കെ തയ്യാറാക്കി എടുക്കുന്ന സമയത്തോളം ഇത് ആ വെള്ളത്തിൽ കിടന്ന് നന്നായി ഒന്ന് കുതിർന്നു വരും. ഞാനിവിടെ ഒരു അരമുറി തേങ്ങ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏലക്കാപ്പൊടി ഇല്ലെങ്കിൽ ഈ തേങ്ങ അരയ്ക്കുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് ഏലക്ക കൂടി ചേർത്തിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. അതുപോലെ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഒരിത്തിരി ജീരകം കൂടി ചേർത്ത് അരയ്ക്കാം. അതല്ലെങ്കിൽ മാവ് തയ്യാറാക്കുന്ന സമയത്ത് അതിലേക്ക് ജീരകം ചേർത്താലും മതി. പിന്നെ എടുത്തിരിക്കുന്ന ഒരു 1/2 കപ്പ് ശർക്കര ഒരിത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കി അരിച്ചെടുത്തിരിക്കുന്നതാണ്. ഇതൊരു സാധാരണ രീതിയിലുള്ള മധുരം മാത്രമായിരിക്കും ഉണ്ടാവുക ഈ 1/2 കപ്പ് ശർക്കര എടുക്കുമ്പോൾ. നിങ്ങൾക്ക് ഒരുവിധം നല്ല മധുരം അല്ലെങ്കിൽ നല്ല മധുരമോ വേണമെന്നുണ്ടെങ്കിൽ 1/4 കപ്പ് ശർക്കരയോ അതല്ലെങ്കിൽ 1 കപ്പ് ശർക്കരയോ എടുക്കാം. ഇതിലേക്ക് അവൽ അരച്ച് ചേർക്കുന്നത് നല്ലതാണ്. വെള്ളയോ അല്ലെങ്കിൽ ബ്രൗൺ കളറിലുള്ള അവലോ അതൊന്ന് കുതിർത്തതിന് ശേഷം അരച്ചെടുക്കാം. ഈ തേങ്ങയൊക്കെ അരയ്ക്കുന്ന സമയത്ത് അതിനോടൊപ്പം ഇട്ടൊന്ന് അരച്ചെടുത്താൽ മതി. 1 പിടി അവൽ, ഒരുപാടൊന്നും വേണ്ട, 1 പിടി അവൽ ചേർത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഈ ദോശമാവ് തയ്യാറാക്കിയതിൽ ഒരിത്തിരി അവൽ കൂടി ചേർത്തിട്ടാണ് തയ്യാറാക്കിയത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പ്രത്യേകം അത് ചേർക്കാത്തത്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന എല്ലാ ചേരുവകളും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ അരിമാവിലേക്ക് നമുക്ക് ആദ്യം കുതിർത്ത് വെച്ചിരിക്കുന്ന റവ ചേർക്കാം. ഈ റവ ഇപ്പോൾ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഈ റവ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഉപ്പ് ചേർക്കണ്ട. ഇതിൽ ദോശമാവിൽ ഓൾറെഡി ഉപ്പുണ്ട്. അതുകൊണ്ട് ഇത്തിരി പോലും ഉപ്പ് ചേർക്കണ്ട. സാധാരണ നമ്മളിങ്ങനെ അപ്പം ഒക്കെ തയ്യാറാക്കുന്ന സമയത്ത് ഒരു ഇത്തിരി ഉപ്പ് കൂടി ചേർക്കാറുണ്ടല്ലോ. ഇതിലിപ്പോൾ ദോശമാവിൽ ഉപ്പുള്ളത് കൊണ്ട് പ്രത്യേകം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കണ്ട. ഇനി തേങ്ങയും ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരയും ചേർക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങളിതിൻ്റെ മധുരം ഒന്ന് നോക്കുക. തീരെ കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ശർക്കര ചേർക്കാം. ഇപ്പോൾ ശർക്കര കയ്യിലില്ല അത്രയേ ഉള്ളൂ എങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരല്പം സോഡാപ്പൊടിയാണ്. ഈസ്റ്റ് ഒന്നും നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നില്ല. കാരണം ദോശമാവ് തന്നെ നന്നായി പുളിച്ച മാവാണ്. അപ്പോൾ ഒരു ചെറിയൊരു പുളിരസം ഉണ്ടാവും ഈ മാവിന്. ഇനി നമ്മളിത് പെട്ടെന്ന് തയ്യാറാക്കുന്നതാണ്. അതുകൊണ്ട് ഒരിത്തിരി സോഡാപ്പൊടി കൂടി ചേർക്കാം. ദാ ഇത്രത്തോളം മതി. ഇതുകൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. വട്ടയപ്പത്തിനുള്ള മാവ് തയ്യാറായിട്ടുണ്ട്. ഇതുപോലെ ഈ ഒരു അളവിലാണിപ്പോൾ ഞാനിത് കലക്കിയെടുത്തിരിക്കുന്നത്. ഇതിലേക്ക് പ്രത്യേകം വെള്ളം ഒന്നും ചേർത്തിട്ടില്ല. നമ്മൾ ആ തേങ്ങ അരച്ച വെള്ളം, അതുപോലെ ശർക്കര ഉരുക്കിയതും പിന്നെ നമ്മൾ ദോശമാവിൻ്റെയൊക്കെ ആ ഒരു വെള്ളത്തിലാണ് ഇത്രയും ഇത് ഈ ഒരു രീതിയിലായി വന്നിരിക്കുന്നത്. പ്രത്യേകം ഒന്നും വെള്ളം ചേർക്കണ്ട. ഇതിനി ഒരു 1.5-2 മണിക്കൂറോളം ഒന്ന് പുളിക്കാൻ വെക്കാം. ഒരുപാടങ്ങ് പുളിച്ച് പതഞ്ഞു പോകരുത്. അതിന് മുമ്പ് തന്നെ നമുക്കിതെടുത്ത് അപ്പം ഉണ്ടാക്കാം. ഈ മാവ് ഒന്ന് പുളിച്ച് വരുന്ന സമയത്ത് ചിലപ്പോൾ ഒന്ന് ലൂസായിട്ട് പോകും. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ഒരിത്തിരി റവ കൂടി ഇതിലേക്ക് ചേർക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 2-3 സ്പൂൺ റവ കൂടി ചേർക്കുന്നുണ്ട്. അത് കുതിർത്തൊന്നും വെക്കണ്ട, ഡയറക്റ്റായിട്ട് തന്നെ അതിലേക്ക് ചേർക്കാം. ഒരു 2-3 സ്പൂൺ. അത് ആ മാവ് ഒരുപാടങ്ങ് ലൂസായി പോയാൽ മാത്രം ചേർത്താൽ മതി. ഇനി നമുക്ക് ഇത് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കണം. ഇതുപോലെ ഇഡ്ഡലി പാത്രത്തിലോ അല്ലെങ്കിൽ സ്റ്റീമറിലോ ഒരു നെയ്യ് തടവി അല്ലെങ്കിൽ എണ്ണ തടവി ഒരു പ്ലേറ്റ് വെച്ച് അതിലേക്ക് മാവ് കോരി ഒഴിച്ചതിന് ശേഷം ആവിയിൽ വേവിച്ചെടുക്കാം. ഒരു പാതി അല്ലെങ്കിൽ 1/4 ഭാഗത്തോളം മാവ് നിറച്ചാൽ മതി.
ഇതാ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വട്ടയപ്പം തയ്യാറായിട്ടുണ്ട്. ഇതുപോലെ പ്ലേറ്റിലോ അല്ലെങ്കിൽ ഇതുപോലെ കുഴിഞ്ഞ പാത്രത്തിലോ, ഇങ്ങനത്തെ പ്ലേറ്റ് ഇല്ല എങ്കിൽ നമ്മൾ ചോറൊക്കെ കൊണ്ടുപോകുന്ന വട്ടപാത്രം ഇല്ലേ, ആ പാത്രത്തിലായാലും അല്പം എണ്ണ തടവിയതിന് ശേഷം മാവ് ഒഴിച്ചിട്ട് നമുക്കിതുപോലെ പുഴുങ്ങിയെടുക്കാം. ബാക്കി വന്ന ദോശമാവ് കൊണ്ട് വളരെ രുചികരമായിട്ടും അതുപോലെ നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന വട്ടയപ്പം നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ശർക്കര ചേർക്കാതെ വേണമെങ്കിൽ പഞ്ചസാര ചേർത്ത് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഞാനിത് മുറിച്ച് കാണിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് ഒട്ടും ഒട്ടിയിട്ടില്ല, നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാകുമല്ലോ. അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കുന്നത്. ഇതുപോലെ നല്ല തരി തരിയായിട്ട് ഇരിപ്പുണ്ട്, ഒരു അല്പം പോലും ഒട്ടിപ്പിടിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങളിത് ഒന്ന് ഉണ്ടാക്കി നോക്കുക, അതിനുശേഷം അഭിപ്രായങ്ങളും അറിയിക്കണം. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി.